വൈകുന്നേരം എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും എന്താണ് ഉണ്ടാക്കാന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്തോളൂ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സറിന്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിലോ ബട്ടറോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയിലോ മൈദയിലോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന പലഹാരങ്ങളിൽ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്തോളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിൻ്റെ പകുതി ഭാഗം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ഈ ഒരു പകുതിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ സ്പീഡിൽ നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാർബിൾ കേക്കാണ്. അപ്പോൾ പകുതി വാനില കൂട്ടും പകുതി ചോക്ലേറ്റ് കൂട്ടും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓരോ കുഴിയിലേക്കായിട്ടും കുറച്ച് വാനിലേൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ സ്പൂണിൽ എല്ലാത്തിൻ്റെയും നടുവിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും വാനില കൂട്ട് ഒഴിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ചോക്ലേറ്റിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മാർബിൾ കേക്ക് സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പഴയ തവ ആദ്യം വെച്ച് കൊടുക്കുക. തവ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പാൻ വെച്ച് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് അടച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുക. ശരിക്കും വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.